بسم الله الرحمن الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, കരുണാമയനായ അർഹമുറാഹിമീനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അള്ളാഹുവിൻ്റെ കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. നമ്മളെല്ലാം വളരെ വളരെ ദുർബലന്മാരായിട്ടുള്ള ആളുകളാണ്. മനുഷ്യകുലം, മനുഷ്യ സമൂഹം ഒന്നടങ്കം വളരെ ദുർബലന്മാരായിട്ടുള്ള ആളുകളാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള വലിയ വിമാന ദുരന്തം എത്രയോ സ്വപ്നങ്ങളുമായിട്ട്, എത്രയോ പ്ലാനുകളുമായിട്ട് വിമാനത്തിൽ കയറിയിട്ടുള്ള ആളുകൾ, സ്ത്രീകളുണ്ട്, അതുപോലെ പുരുഷന്മാരുണ്ട്, യുവാക്കളുണ്ട്, പല പ്രായത്തിലുള്ള ആളുകളുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ വിധിക്ക് അവർ കീഴടങ്ങി. ഏതൊരു നിമിഷത്തിലാണ് അന്ത്യശ്വാസം വലിക്കുക, മരണമടയുക എന്ന് ആർക്കും അറിയില്ല. നമ്മുടെ ലോകത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ മികവ് അത് വളരെ വർദ്ധിച്ച തോതിലാണല്ലോ. സാങ്കേതികമായിട്ടുള്ള AI വിദ്യ ഉൾപ്പെടെ ലോകം അതിൻ്റെ വൈജ്ഞാനിക ഉത്തുംഗതയുടെ പരകോടിയിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഏത് സന്ദർഭത്തിലും ആരും നിശ്ചലമായിട്ട് അവൻ്റെ ചേതനയറ്റ ശരീരമായിട്ട് മാറാൻ അത് ഏത് നിമിഷവും സംഭവിക്കാം എന്നുള്ളതാണ്. ഓരോ സംഗതികൾക്കും ഒരു ഹദീസിൽ വന്നതുപോലെ വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ. ഓരോ സംഗതിക്കും, ഓരോ വസ്തുവിനും, ഓരോ ജീവജാലങ്ങൾക്കും, ഓരോ മനുഷ്യർക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു നിശ്ചിത കാലാവധിയുണ്ട്, ഒരു നിശ്ചിത ആയുസ്സുണ്ട്. ആ സന്ദർഭം എത്തിക്കഴിഞ്ഞാൽ മരണം സംഭവിക്കും. നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ദുരന്തങ്ങളിൽ നിന്നുള്ള, ആപത്തുകളിൽ നിന്നുള്ള, വലിയ വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് ഒക്കെ രക്ഷ തേടാനായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മുടെ മുമ്പിൽ ഒരുപക്ഷെ നമ്മുടെ സ്വപ്നങ്ങളായിരിക്കും,
തീർച്ചയായിട്ടും സ്വപ്നങ്ങൾ ഉണ്ടാവണം. നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കുവാനുള്ള സ്വപ്നങ്ങളും പദ്ധതികളുമൊക്കെ മനുഷ്യന് അനിവാര്യമാണ്. പക്ഷേ നമ്മുടെ മുമ്പിലൊരു മരണമുണ്ട് എന്നുള്ള ചിന്ത അത് നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ഇന്നത്തെ ഒരു വിഷയമെന്ന് പറയുന്നത് തണൽ തേടേണ്ടവർ എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ചൂട് കാലത്ത് ഇപ്പം നമ്മൾ ളുഹറൊക്കെ നമസ്കരിച്ച് വരുമ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ മുൻവശത്ത് നമുക്കറിയാം നല്ല മനോഹരമായിട്ടുള്ള തണൽ നൽകുന്ന ഒരു മരമുണ്ട്. അപ്പം അവിടെ ചില ആളുകൾ, നമ്മോട് ഈ സ്ഥാപനവുമായി ബന്ധമില്ലാത്ത ആളുകൾ പോലും അവിടെ വാഹനം കൊണ്ടുവന്ന് നിർത്തുകയും തണൽ അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മളെല്ലാവരുമൊക്കെ പലപ്പോഴും കാണാറുണ്ട്. തണൽ അന്വേഷിക്കുകയാണ്, തണൽ തേടുകയാണ്. തണലെന്ന് പറയുന്നത് അത് മരത്തിൻ്റെ തണലാവാം, ബിൽഡിങ്ങിൻ്റെ തണലാവാം. നമ്മൾ മറ്റുള്ള ആളുകൾക്ക് തണലാവണം എന്ന് പറയാറുണ്ട്. തീർച്ചയായിട്ടും തണലെന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ സഹായം, ആശ്രയം, കാരുണ്യം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. എന്നാൽ പ്രിയമുള്ളവരെ, എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇന്ന് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തണലനുഭവിക്കുന്ന ആളുകൾ ഉൾപ്പെടെ, ഇന്ന് ബിൽഡിങ്ങിനകത്ത് AC-യുടെ ശീതീകരണത്തിൻ്റെ സുഖമനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ തണൽ തേടേണ്ടവരാണ്. പരലോകത്ത് തണൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടവരാണ്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ വചനങ്ങളും പഠിപ്പിക്കുന്ന കാര്യം, എല്ലാ മനുഷ്യരും പരലോകത്തേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ 36-ാം അധ്യായം 51-ാം സൂക്തത്തിൽ പറയാം, വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അപ്പോഴതാ അവർ ഖബറുകളിൽ നിന്ന് ധൃതിപ്പെട്ടുകൊണ്ട്, യൻസിലൂൻ എന്ന് പറഞ്ഞാൽ, നിസ്ലാൻ എന്ന് പറഞ്ഞാൽ അൽമഷിയു സരിയ, ധൃതിയിലുള്ള നടത്തം, വേഗത്തിൽ നടന്നുകൊണ്ട് ആ മഹ്ശറയിലേക്ക് പോകും എന്നുള്ളതാണ്. ഖുർആൻ 3 സ്ഥലങ്ങളിൽ, സൂറത്തുൽ ഖമർ, സൂറത്തുൽ മആരിജ്, സൂറ യാസീൻ, ഈ 3 അധ്യായങ്ങളിൽ മഹ്ശറയിലേക്ക് മനുഷ്യൻ വരുന്ന രംഗം പറയുന്നുണ്ട്. സൂറത്തുൽ മആരിജിൽ 43-ാമത്തെ വചനം, യൗമ യഖ്റുജൂന മിനൽ അജ്ദാദി സിറാഅൻ, സിറാഅൻ എന്ന് പറഞ്ഞാൽ സരിയ, സുറഅ എന്ന് പറയാറില്ലേ, അതിൻ്റെ മറ്റൊരു വകഭേദമാണ്. അപ്പോൾ വേഗത്തിൽ മനുഷ്യർ ആ പരലോകത്തേക്ക് പുറപ്പെടുന്നതാണ്. കഅന്നഹും ഇലാ നുസുബിൻ യൂഫിളൂൻ, ഒരു നാട്ടക്കുറിയിലേക്ക് ധൃതിപ്പെട്ടു പോകുന്നത് പോലെ അവർ പോകുമെന്നാണ്. എവിടേക്കാണ് പോകുന്നത്? ഒരു മൈതാനത്തിലേക്കാണ്, ഒരു ഗ്രൗണ്ട്. മഹ്ശർ എന്ന് പറയുന്നത് ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം എന്നാണല്ലോ മഹ്ശർ എന്ന് പറഞ്ഞാൽ അർത്ഥം. പരിശുദ്ധ ഖുർആനിൻ്റെ 20-ാം അധ്യായം സൂറത്തു ത്വാഹയുടെ 106 മുതലുള്ള 105 മുതലുള്ള ഏതാനും സൂക്തങ്ങൾ ശ്രദ്ധേയമാണ്. അല്ലാഹു തആല പറയാണ്, വയസ്അലൂനക അനിൽ ജിബാൽ, മുഹമ്മദ് നബിയെ അങ്ങയോട് പർവ്വതങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. ഫഖുൽ, അങ്ങ് പറയുക, യൻസിഫുഹാ റബ്ബി നസ്ഫാ, ആ ഉയർന്നു നിൽക്കുന്ന പർവ്വത നിരകളെ അള്ളാഹു തകർത്ത് തരിപ്പണമാക്കുന്നതാണ്, പൊടിച്ച് പാറ്റിക്കളയുന്നതാണ്. ഫയദറുഹാ കാഅൻ സഫ്സഫാ, അങ്ങനെ ഉയർന്നു നിൽക്കുന്ന പർവ്വത നിരകളെ തകർത്ത് പൊടിച്ച് പാറ്റിക്കളഞ്ഞ് അതിനൊരു മൈതാനമാക്കിയിട്ട്,
ഫയദറുഹാ ഖാഅൻ സഫ്സഫാ, പരന്ന് കിടക്കുന്ന ഒരു പ്രതലമാക്കിക്കൊണ്ട് മാറ്റും. ലാ തറാ ഫീഹാ ഇബജൻ വലാ അംതാ, ഇറക്കമോ കയറ്റമോ ഇല്ലാത്ത ഒരു പ്രതലമായിട്ട് നിനക്കതിനെ കാണാം. യൗമഇദിൻ യത്തബിഊന ദാഇയ, അന്ന് വിളിച്ചു പറയുന്നവനെ ആളുകൾ പിൻപറ്റുന്ന ദിവസമാണ്. ലാ ഇവജല, ഒരു വക്രതയുമില്ലാതെ അന്ന് ആളുകൾ വിളിച്ചു പറയുന്ന അദ്ദേഹത്തെ എല്ലാവരും പിൻപറ്റും. ആരും അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു പോകില്ല. അപ്പം നമ്മൾ ഇങ്ങോട്ട് വരൂ എന്ന് ഇവിടെ നിന്ന് വിളിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങോട്ട് വരാൻ മടി കാണിക്കും, ഇടത്തോട്ടോ വലത്തോട്ടൊക്കെ പോകും. എന്നാൽ അവിടെ അങ്ങനെയല്ല. ഇവജല, ഒരു വക്രതയും കൂടാതെ അദ്ദേഹത്തെ പിൻപറ്റും. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ, പരമകാരുണികനായ റബ്ബുൽ ഇസ്സത്തിന് എല്ലാ ശബ്ദങ്ങളും കീഴ്പ്പെടുന്നതാണ്. ഫലാ തസ്മഉ ഇല്ലാ ഹംസാ, ഒരു നേർത്ത ശബ്ദം മാത്രമേ നീ കേൾക്കുകയുള്ളൂ. അപ്പോൾ ആ മഹ്ശർ എന്ന് പറയുന്ന ആ ഭൂമിയെ സംബന്ധിച്ച് മനുഷ്യലോകത്തെ ഒരുമിച്ച് കൂട്ടുന്ന ആ സ്ഥലത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അന്നത്തെ ദിവസത്തിൻ്റെ ഒരു ദൈർഘ്യമെന്ന് പറയുന്നത് 50,000 കൊല്ലങ്ങൾക്ക് തുല്യമായിരിക്കുമെന്നാണ്. തഅറുജുൽ മലായികതു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. റൂഹ് എന്ന് പറഞ്ഞാൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, അദ്ദേഹവും മലായികത്തുകളുമൊക്കെ അള്ളാഹുവിലേക്ക് പോകുന്ന ആ ദിവസം, അതിൻ്റെ ഒരു തോത്, കാന മിഖ്ദാറുഹു, അതിൻ്റെ അളവ്, മിഖ്ദാർ എന്ന് പറഞ്ഞാൽ തോത്, 50,000 സന, 50,000 വർഷങ്ങളുടെ തോതായിരിക്കുമെന്നാണ്. അതാണ് ആ ലോകത്തിൻ്റെ ആ ദിവസത്തിൻ്റെ അന്നത്തെ ഒരു ദിവസത്തിൻ്റെ തോതെന്ന് പറയുന്നത്. ആ മഹ്ശറ എന്ന് പറയുന്ന ഭൂമി മാത്രമല്ല, ആ ദിവസത്തിൻ്റെ ദൈർഘ്യം മാത്രമല്ല, അന്ന് മനുഷ്യർ അനുഭവിക്കുന്ന രംഗങ്ങൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. സഹീഹ് മുസ്ലിമിലെ 2864 പറയുന്നത്, ഹദ്ദസനി സുലൈം ഇബ്നു ആമിർ ഹദ്ദസനി അൽ മിഖ്ദാദ് ഇബ്നു അംർ ഇബ്നു അൽ അസ്വദ് റളിയല്ലാഹു തആല അൻഹു قال سمعت رسول الله صلى الله عليه وسلم يقول, അതായത് മിഖ്ദാദ് ഇബ്നു അംർ ഇബ്നു അൽ അസ്വദ് എന്ന് പറയുന്ന സ്വഹാബി വര്യൻ പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു. തുദ്ന അശ്ശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖ്. ഷംസ് എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ സൃഷ്ടികളോട് അടുത്ത് വരുമെന്ന. തുദ്ന ദന യദുനു എന്ന് പറഞ്ഞാൽ അടുത്തുകൊണ്ടിരിക്കുന്ന. അങ്ങനെ സൂര്യൻ അടുത്തു വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീലിൻ, ഒരു മൈൽ ദൂരത്തിൽ. ഒരു മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അർത്ഥങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ വിശദീകരണത്തിൽ കാണാം. ഒരു മൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബികൾ അറബികളുടെ അടുക്കൽ ഒരു മൈലെന്ന് പറഞ്ഞാൽ മിഖ്ദാറു മദ്ദൽ ബസർ മിനൽ അർദ്, ഭൂമിയിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കണ്ണിന് എവിടെ വരെ എത്താം അതുവരെയുള്ള അളവിനാണ്, ഭൂമിയിൽ നിന്നുള്ള ഭാഗത്തിനാണ് മൈലെന്ന് പറയുന്നത് എന്നാണ്. അതൊരർത്ഥം മാത്രമാണ്. രണ്ടാമത്തൊരർത്ഥം ഇതിൽ പറയുന്നത് സലാസത്തു ആലാഫി ദിറാ, 3000 മുഴം, അതാണ് ഒരു മൈല് എന്നുള്ളതാണ്. ഏതായിരുന്നാലും സൂര്യൻ മനുഷ്യൻ്റെ മൂർധാവിലേക്ക് ഇറങ്ങി വന്ന ഈ ദൂരത്തിൽ കത്തിജ്വലിച്ച്
നിൽക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അങ്ങനെ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന രംഗം എന്തായിരിക്കും മനുഷ്യൻ്റെ അവസ്ഥ? മനുഷ്യർ വിവസ്ത്രരായിരിക്കും, നഗ്നപാതരായിരിക്കും. എന്ന് മാത്രമല്ല, ഈ സൂര്യൻ്റെ താപമേറ്റുകൊണ്ട് മനുഷ്യൻ്റെ അവസ്ഥ ഫയകൂനുന്നാസു അലാ ഖദ്രി അഅമാലിഹിം ഫിൽ അറഖ്, അവരുടെ കർമ്മങ്ങളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് കൊണ്ടായിരിക്കും മനുഷ്യർ എന്നാണ്. എല്ലാവരും, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അവരുടെ ചീത്ത മനുഷ്യൻ്റെ ദുഷ്കർമ്മങ്ങളുണ്ടല്ലോ, അതിൻ്റെ തോതനുസരിച്ച് അവർ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചായിരിക്കുന്ന ചില ആളുകൾ ഫമിൻഹും മൻ യകൂന ഇലാ കഅബൈ, നെരിയാണി വരെ വിയർപ്പിൽ ഉള്ള ആളുകൾ. വമിൻഹും മൻ യകൂന ഇലാ റുക്ബതൈ, കാൽമുട്ടുവരെ വിയർപ്പിൽ. വമിൻഹും മൻ യകൂന ഇലാ ഹഖ്വൈ, മനുഷ്യൻ്റെ ഈ അരയുടുപ്പ് അരവരെ, പകുതി ഭാഗം വരെ. വമിൻഹും മൻ യുൽജിമുൽ അറഖു ഇൽജാമാ, ആ ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾ വിയർപ്പ് കൊണ്ട് കടിഞ്ഞാണിടപ്പെട്ടവരായിരിക്കും എന്നാണ്. അത്രമാത്രം വിയർപ്പ്. നമുക്ക് പരമാവധി വിയർത്തൊലിക്കുക എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു ഏകദേശം നമുക്കറിയാം. പക്ഷേ അവിടെ അങ്ങനെയല്ല, ധാരാളം, അത്രമാത്രം മനുഷ്യൻ്റെ പാപങ്ങളുടെ തോതനുസരിച്ചായിരിക്കും അവന് വിയർക്കുക. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വിയർപ്പ് കൊണ്ടുള്ള കടിഞ്ഞാൺ. അങ്ങനെയുള്ള ചില ആളുകളെ കുറിച്ച് പറഞ്ഞു പ്രവാചകൻ, അഷാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി ഇലാ ഫീ, അതായത് വിയർപ്പ് കൊണ്ട് കടിഞ്ഞാണെന്ന് പറഞ്ഞാൽ ഏതുവരെയാ? മനുഷ്യൻ്റെ വായ വരെ. പ്രവാചകൻ ചൂണ്ടുവിരൽ കൊണ്ട് തൻ്റെ വായിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടതാ ഇതുവരെ എന്ന് കാണിക്കുകയുണ്ടായി. അത്രമാത്രം വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന അവസ്ഥയുണ്ടായിരിക്കുമെന്നാണ് സഹീഹുൽ ബുഖാരിയുടെ 6531 വചനത്തിൽ കാണാം. അനിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അനിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. മഹാനായിട്ടുള്ള അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്ന് നിവേദനം അതിൽ പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണെന്ത്? ജനങ്ങൾ അള്ളാഹുവിൻ്റെ സർവ്വലോക രക്ഷിതാവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ആ ഒരു നിൽക്കുന്ന രംഗം. യഖൂമു അഹദുഹും, അവരിൽ ഒരാൾ, ഫീ റശ്ഹി ഇലാ അൻസാഫി ഉദനൈഹിന, ഇരു ചെവികളുടെയും പകുതി വരെ, ഇരു ചെവികളുടെയും, നിസ്ഫ് എന്ന് പറയുന്ന അർത്ഥം പകുതി, അൻസ്വാഫ് ഇലാ അൻസ്വാഫി ഉദനൈഹി, രണ്ട് ചെവികളുടെയും പകുതി വരെ വിയർപ്പിലായിരിക്കും മനുഷ്യർ എന്നാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത്രമാത്രം മനുഷ്യൻ പരലോകത്ത് ഈ ഭൗതിക ലോകത്ത് അവൻ ചെയ്തിട്ടുള്ള തിന്മകളുടെയും പാപങ്ങളുടെയും അക്രമങ്ങളുടെയും കൊള്ളരുതായ്മകളുടെയും നന്ദികളുടെയും പരിണിത ഫലമായിക്കൊണ്ട് അവിടെ ആ ഒരവസ്ഥ അഭിമുഖീകരിക്കേണ്ടി വരും. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിഅ അതിൽ പറയുകയുണ്ടായി, വഅസ്ഹാബുശ് ശിമാൽ, വഅസ്ഹാബുശ് ശിമാൽ, മാ അസ്ഹാബുശ് ശിമാൽ, ഷിമാലിൻ്റെ ആളുകൾ. എന്താണ് ഷിമാലിൻ്റെ ആളുകൾ? ഫീ സമൂമിൻ, അവർ സമൂമിലായിരിക്കും. സമൂമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ രോമകൂപങ്ങൾ തുളച്ച് കയറുന്ന രൂപത്തിലുള്ള ആ കാറ്റ്. വഹമീം, ചുട്ടുതിളക്കുന്ന വെള്ളം അതിനകത്തായിരിക്കുന്ന. എന്നിട്ട് പറയാണ് വളില്ലിൻ മിൻ യഹ്മൂം, കരിമ്പുകയുടെ തണലിലായിരിക്കും. യഹ്മൂം എന്ന് പറഞ്ഞാൽ കരിമ്പുക. അപ്പോൾ പരലോകത്തിൻ്റെ ആ രംഗം, ഇപ്പം ഇന്നലെ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് എടുത്ത സന്ദർഭത്തിലാണല്ലോ ഏതാനും മീറ്ററുകൾ പോയി വീണത്. ഒരു തീഗോളമായിട്ട് മാറി, അങ്ങനെ വൻ പുക ഉയരുണ്ടായി. പരലോകത്തെ ഈ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ വാഖിയയുടെ 43 പറയുന്ന വളില്ലിൻ മിൻ യഹ്മൂം, കരിമ്പുകയുടെ തണൽ.
എന്നുള്ള ആ ഒരു രംഗം എന്തായിരിക്കും? പടച്ച റബ്ബ് നമ്മൾക്ക് കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് അതിൻ്റെ വിശേഷണം പറയാൻ, ലാ ബാരിദിൻ വലാ കരീം, ഒരു തണുപ്പോ സുഖമോ നൽകാത്തതായ വളരെ കഠിനമായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും അത് എന്നാണ് പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ മുർസലാത്ത് അതിൽ പറയുന്നുണ്ട്, ഇൻതലിഖൂ, നിങ്ങൾ പോകുക, നിങ്ങൾ പ്രയാണം ആരംഭിക്കുക, ഇലാമാ കുൻതും ബിഹി തുകദ്ദിബൂൻ, നിങ്ങൾ എന്തൊന്നിനെയാണോ കളവാക്കിയത് അതിലേക്ക് നിങ്ങൾ പോകുക. ഇൻതലിഖൂ ഇലാ ളുല്ലിൻ, ഒരു തണലിലേക്ക് നിങ്ങൾ പോകണം. തണൽ തേടേണ്ടവർ എന്നാണല്ലോ നമ്മുടെ വിഷയം. ഒരു തണലിലേക്ക് റബ്ബുൽ ഇസ്സത്ത് പോകാനായിട്ട് കൽപ്പിക്കുന്ന ചില ആളുകൾ ഉണ്ടാകും. എന്ത് തണലാണ്? ഇൻതലിഖൂ ഇലാ ളില്ലിൻ ദീ സലാസി ശുഅബ്, 3 ഇഴകളുള്ള അങ്ങനെയുള്ള ഒരു തണലിലേക്ക്. ലാ ളലീലിൻ, അത് തണലല്ല. വലാ യുഗനി മിനൽ ലഹബ്, തീയിൻ്റെ ആ ജ്വാലയിൽ നിന്ന് രക്ഷ നൽകാൻ അത് പര്യാപ്തമല്ല. ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസുർ, അമ്പരചുംബികളായ കൊട്ടാര സമാനമായിട്ടുള്ള ആ നിലക്ക് തീപ്പൊരികൾ പാറിക്കുന്ന നരകമായിരിക്കും അവിടെ. അതിൻ്റെയൊക്കെ ആ ഒരു തണൽ, അതിൽ നിന്നുയരുന്ന ആ പുകയുടെ തണൽ എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുർസലാത്തിൻ്റെ 29 മുതലുള്ള വചനങ്ങൾ പറയുന്നത്. ഇത് ആ പരലോകവുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ സൂചിപ്പിച്ചെന്ന് മാത്രം. എത്രയോ കാര്യങ്ങൾ ഖുർആനിലും അതുപോലെ തന്നെ പ്രവാചകൻ്റെ വചനങ്ങളിലുമുണ്ട്. അന്ന് ഒരു തണൽ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്ന അവസ്ഥയായിരിക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കുക. അന്ന് തണൽ കിട്ടാൻ ഇന്ന് തന്നെ നമ്മൾ തണൽ അന്വേഷിക്കണം. അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. സബഅത്തുൻ, 7 വിഭാഗം ആളുകൾ, യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു, അല്ലാഹുവിൻ്റെ തണലില്ലാത്ത ഒരു തണലുമില്ലാത്ത ആ കാലത്ത് 7 വിഭാഗം ആളുകൾക്ക് തണൽ നൽകപ്പെടുന്നതാണ്. ഏതാണ് 7 വിഭാഗം ആളുകൾ? 7 വിഭാഗം മാത്രമല്ല കേട്ടോ, വേറെയും പിന്നെ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട് 1-2 വിഭാഗങ്ങൾ കൂടെ. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച വളരെ പ്രമുഖമായൊരു വചനമാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് അൽ ഇമാമുൽ ആദിൽ, നീതിമാനായിട്ടുള്ള ഭരണാധികാരി എന്നുള്ളതാണ്. നീതി, അത് നീതിയോടുകൂടെ നിലകൊള്ളുക എന്നുള്ളത് കർശനമായിട്ട് ഇസ്ലാം പുലർത്തുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ നമ്മൾ പിന്നെ ഒരു ഹദീസ് സൂചിപ്പിക്കുകയുണ്ടായി. അതായത് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ സമൂഹത്തിൽ പ്രതാപമുള്ള ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരു വനിത ഒരു മോഷണം നടത്തി. മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ. അപ്പോൾ അവരുടെ കൈമുറിക്കും എന്നുള്ള സാഹചര്യം സംജാതമായപ്പോൾ ആ ഗോത്രത്തിൻ്റെ ആളുകൾക്ക് എന്ത് ചെയ്തു? നമുക്ക് പ്രവാചകനോട്, പ്രവാചകൻ്റെ ഇഷ്ടക്കാരൻ മുഖേന ഒരു റെക്കമെൻഡ് ചെയ്താലോ എന്നുള്ള ആലോചന വന്നു. അങ്ങനെ ഹിബ്ബു റസൂലില്ലാ, പ്രവാചകന്റെ ഇഷ്ടഭാജനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് അവർ സമീപിച്ചു പറഞ്ഞു, അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിത്വമാണല്ലോ, അങ്ങൊന്ന് ശുപാർശ പറയണം. പ്രവാചകനോട് അദ്ദേഹം ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. നബിയുടെ മുഖം വിവർണമായി. നബി എഴുന്നേറ്റ് നിന്നു, ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങളുടെ മുൻഗാമികൾ നശിച്ച് പോകാനുള്ള ഒരു കാരണം അവരിൽ മാന്യന്മാരായിട്ടുള്ള ആളുകൾ കുറ്റങ്ങൾ ചെയ്താൽ അവരെ വെറുതെ വിടുകയും ദുർബലന്മാരും പാവപ്പെട്ടവരുമായ ആളുകൾ കുറ്റം ചെയ്താൽ അവർക്കെതിരെ ശിക്ഷാ നടപടിയെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു.
ലൗ സറഖത് ബിന്തു ഫാത്തിമത്തു ബിന്തു മുഹമ്മദ് ലഖതഅതു യദഹാ. അല്ലാഹു തന്നെയാണ് സത്യം, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയെങ്ങാനും മോഷണം നടത്തിയാൽ അവളുടെ കരം ഞാൻ ഛേദിക്കുക തന്നെ ചെയ്യും എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. എന്താണത്? എത്ര മഹനീയമായ സന്ദേശമാണ് നൽകുന്നത്. ഇസ്ലാം നീതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ല എന്നുള്ളതാണ്. കർശനമായ നീതി. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ എമ്പാടും ആയത്തുകൾ തന്നെ നമുക്ക് കാണാം. ഇപ്പോൾ 4-ാം അധ്യായം 58-ാമത്തെ വചനത്തിൽ ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അല്ലാഹു തആല കൽപ്പിക്കുകയാണ് അമാനത്തുകൾ, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ആളുകളിലേക്ക് കൊടുക്കണമെന്നുള്ളത്. അങ്ങനെ വൈദാ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിധി കൽപ്പിക്കുകയാണെങ്കിൽ നീതിയോടുകൂടെ. അപ്പോൾ നീതിയുടെ പ്രാധാന്യം, ഇത് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. എത്രയോ ആയത്തുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. മറ്റൊരു ആയത്തിൽ പറയുന്നത് വലൗ അലാ അൻഫുസികും, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നത് നിങ്ങൾക്കെതിരാണെങ്കിലും, എനിക്കെതിരാണ് നീതിയുടെ വർത്തമാനം പറയുന്നത് എനിക്കെതിരാണെങ്കിൽ പോലും ഞാൻ എനിക്ക് അനുകൂലമായിട്ടല്ല, നീതിയുടെ ഭാഗത്താണ് ഞാൻ നിലകൊള്ളേണ്ടത്. നിങ്ങളുടെ പിതാക്കന്മാർക്ക് എതിരാകേണ്ടി വന്നാലും വാപ്പല്ലേ, എന്നാൽ വാപ്പാടെ കൂടെ നിൽക്കാം എന്നല്ല, നീതിയുടെ ഭാഗത്ത് നിൽക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാ രംഗത്തും നിങ്ങൾ നോക്കൂ, മഹാനായിട്ടുള്ള ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, കുല്ലു മൻ വലിയ ഷൈഅൻ മിൻ ഉമൂരിൽ മുസ്ലിമീന ഫഅദല ഫീഹി, മുസ്ലിങ്ങളുടെ ചെറുതോ വലുതോ ആയിട്ടുള്ള കുല്ലുമൻ വലിയന എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്തിട്ടുള്ള ആളുകൾ അവർ നീതിയോടുകൂടെ നിലകൊണ്ടാൽ, ചെറുതാവട്ടെ, ഒരു LKG ക്ലാസ്സിലെ കാര്യമാകട്ടെ, അല്ലെങ്കിൽ നിസ്സാരമായ ഒരു റിയാലിൻ്റെ കാര്യമാകട്ടെ, അവിടെ നീതിയോടുകൂടെ നിലകൊണ്ടാൽ അവന് അർശിൻ്റെ തണലുണ്ടായിരിക്കുമെന്നാണ്. എത്രയോ സംഭവങ്ങളുണ്ട് നമുക്കറിയാം. ഒരു പിതാവ് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് മുഴുവൻ ഒരേപോലെ കൊടുക്കാതെ ഒരു മകന് മാത്രം ഒരു സമ്മാനം കൊടുക്കാൻ പ്രവാചകനെ സമീപിച്ചപ്പോൾ ഫലാ തുഷ്ഹിദിനി അലാ ജൗർ, അനീതിക്ക് എന്നെ നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നവനാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. അപ്പം നീതിയോടുകൂടെ നിലകൊള്ളണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, രണ്ടാമതായി ഇതിൽ പറയുന്നത് വശാബുൻ നശഅ ഫി ഇബാദത്തി റബ്ബിഹി എന്നാണ്. യുവത്വത്തില് തൻ്റെ രക്ഷിതാവിനെ ആരാധിച്ചുകൊണ്ട് വളർന്നു വന്നിട്ടുള്ള ഒരു വ്യക്തി, ഒരു യുവാവ്, അവന് അർശിൻ്റെ സിംഹാസനത്തിൻ്റെ തണൽ, പ്രത്യേകമായിട്ടുള്ള തണലുണ്ടാകുമെന്നാണ്. യുവത്വം എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടമാണ്. മനുഷ്യൻ്റെ ബ്രെയിൻ, അവൻ്റെ മസ്തിഷ്കം, അത് പലതും ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടം. വൈകാരികമായിട്ടുള്ള വികാര വിക്ഷോഭങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് എന്തും ചെയ്യുന്ന കാലം. ആ സമയത്ത് മനസ്സിനെ ദീനിൻ്റെ മാർഗത്തിൽ നിയന്ത്രിച്ചുകൊണ്ട്, നന്മകൾ ചെയ്തുകൊണ്ട്, ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ, നമ്മൾ നടയെ സൂചിപ്പിച്ചാൽ പരലോകത്തിൻ്റെ അവസ്ഥ, അന്ന് അർശിൻ്റെ തണല് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനകത്ത് പറയുന്നത് വറജുലുൻ ഖൽബ്. റജുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ എന്നല്ല ഇവിടെ അർത്ഥം, ഒരു വ്യക്തി, ആണാവാം പെണ്ണാകാം. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, പള്ളികളുമായിട്ട് ഹൃദയം ബന്ധിപ്പിക്കപ്പെട്ട വ്യക്തി. പുരുഷന്മാർ മാത്രമല്ല. ഇപ്പം പള്ളി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ നമസ്കാരത്തിന് പോകുക, ജമാഅത്തിൽ പങ്കെടുക്കുക, ജുമഅക്ക് നേരത്തെ പോകുക, അതുപോലെ ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ഒരു നഷ്ടബോധം, മനസ്സിനൊരു വേദന ഉണ്ടാകുക, അങ്ങനെയുള്ള ആ പള്ളികളുമായി കൊണ്ടുള്ള ഒരു ബന്ധം അത് വളരെ പ്രധാനമാണ് പ്രിയമുള്ളവരെ. അങ്ങനെയുള്ള ആളുകൾക്ക്
അർഷിന്റെ തണലുണ്ടാകുമെന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ശറഹ് മുസ്ലിം എന്ന് പറയുന്ന ഹദീസിൻ്റെ കിതാബിൻ്റെ വ്യാഖ്യാനം അതിനകത്ത് എഴുതുകയുണ്ടായി, പള്ളിയുമായി ഹൃദയം ബന്ധിപ്പിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമഅനാഹ ശദീദുൽ ഹുബ്ബി ലഹാ, പള്ളിയോടുള്ള കഠിനമായിട്ടുള്ള ഒരു സ്നേഹം, വൽ മുലാസമതു ലിൽ ജമാഅത്തി ഫീഹാ, ജമാഅത്തുകൾക്ക് പോകാനുള്ള മനസ്സിൻ്റെ ഒരു വാഞ്ച, അത് പരമാവധി പങ്കെടുക്കാനുള്ള ഒരു തൃഷ്ണ. വലൈസ മഅനാഹു ദവാമുൽ ഖുഊദി ഫിൽ മസാജിദ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ഇങ്ങനെ 24 മണിക്കൂറും അവിടെ ഇരിക്കണം എന്നുള്ളതല്ല. അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്, അത് തെറ്റാണ്. നമ്മളെന്ത് ചെയ്യണം? നമ്മൾ അധ്വാനിക്കണം, സമ്പാദിക്കണം, ജോലി ചെയ്യണം, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ പള്ളിയോട് ഒരു ഹൃദയബന്ധം നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, ഈ നാട്ടിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത് അവന് സുജൂദ് ചെയ്യുന്ന കേന്ദ്രങ്ങളാണ്. ഏറ്റവും ഇഷ്ടം അള്ളാഹുവിൻ്റെ പള്ളികളാണ്. ആ പള്ളികളോടുള്ള ഒരു ആദരവും ബഹുമാനവും, അത് പരിപാലിക്കാനുള്ള, അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കാനൊക്കെ ഉള്ള ഇതൊക്കെ ഇതിൻ്റെ പരിധിയിൽ വരും. പള്ളിയൊക്കെ വൃത്തിയായി സൂക്ഷിക്കുവാൻ, അവിടെ സുഗന്ധം, അവിടെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താൻ നമ്മൾ നമ്മുടെ വീടിനെ എത്രത്തോളം സ്നേഹിക്കുന്നു, വീടിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു. അങ്ങനെ പള്ളിയുമായും ആ രൂപത്തിലൊക്കെയുള്ളൊരു സ്നേഹം നമ്മുടെ മനസ്സിൽ നനയ്ക്കാൻ നമുക്ക് കഴിയണം. ചെടി നട്ട് പിടിപ്പിച്ച് അല്ലെങ്കിൽ നട്ട് നനച്ച് വളർത്തുന്നത് പോലെ നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ പള്ളിയോടുള്ള മഹബ്ബത്ത് നട്ട് നനച്ച് വളർത്തേണ്ടതുണ്ട്. എന്നാലാണ് അർഷിൻ്റെ തണൽ കിട്ടുക. അവിടെ പോയി പ്രാർത്ഥിക്കുവാൻ, അവിടെ പോയിട്ട് ഇസ്തിഗ്ഫാർ നടത്തുവാൻ, അവിടെ പോയി അള്ളാഹുവിൻ്റെ കിതാബൊന്ന് ഓതുവാൻ, വായിക്കുവാൻ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ, മനഃപ്പാഠമാക്കിയത് വീണ്ടും ആ മനഃപ്പാഠം ഉറപ്പാക്കാൻ വേണ്ടി ആവർത്തിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ. അങ്ങനെ പ്രിയമുള്ളവരെ, പള്ളി എന്തെല്ലാം കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പള്ളിയിൽ നമ്മുടെ ഒരു സുഹൃത്ത് പറയുണ്ടായല്ലോ, പിന്നെ ഈ റമദാനിൽ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞാൽ ഇഅ്തികാഫിരുന്നു എന്നുള്ളത്. എത്രയോ നമ്മുടെ ചില സഹോദരങ്ങൾ നമ്മുടെ ഇസ്ലാഹി പ്രവർത്തനവുമായി കൊണ്ട് സഹകരിക്കുന്ന ആളുകൾ പിന്നെ ബുക്ക് ചെയ്തുകൊണ്ട് പരിശുദ്ധ മക്കത്തെ ഹറമിൽ ഭാര്യയും ഭർത്താവും 2 പേരും, അവിടെ പ്രത്യേകം സ്ഥലമുണ്ട്, അത് മുൻകൂട്ടി ബുക്ക് ചെയ്ത് ടോക്കൺ എടുത്ത് ഇഅ്തികാഫിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, പള്ളിയും അതുമായി ബന്ധപ്പെട്ട ആരാധനകളുമായൊക്കെ ഒരു ആഗ്രഹം, ആ ഒരു മനസ്സിൻ്റെ ഒരു ഇഷ്ടം, അത് വളരെ പ്രധാനമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അർഷിൻ്റെ തണൽ. പിന്നീട് പറയുന്നത് വറജുലാനി തഹാബ്ബാ ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർ. ഇന്നിപ്പോൾ പലപ്പോഴും ഒരാൾ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നത് അയാളുടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ്, അയാൾ വഴി എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കുമോ എന്നുള്ളതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രീതി, അള്ളാഹുവിൻ്റെ തൃപ്തി, അതാഗ്രഹിച്ചുകൊണ്ട് അന്യോന്യം സ്നേഹിക്കുക, അതിനുവേണ്ടി ഒരുമിച്ച് കൂടുക. എന്തിനാണ് ഇവിടെ ഒരുമിച്ച് കൂടുന്നത്? അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ആ ഒരു ഇഷ്ടം കൊണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായും അർഷിൻ്റെ തണൽ അവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് സഹീഹ് മുസ്ലിമിൽ 2566 വചനത്തിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ തആല യഖൂലു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അല്ലാഹു തആല പറയുന്ന ഹദീസാണ്. ഹദീസിൽ അല്ലാഹു പറയുന്നു എന്നാണ് പറയുന്നത്, അതായത് ഖുദ്സിയായ ഹദീസ്. ഐനൽ മുതഹാബ്ബൂന ബിജലാലി, എൻ്റെ ജലാലത്ത് കൊണ്ട് അന്യോന്യം സ്നേഹിച്ചവർ.
അവരെവിടെയാണ് എന്ന് വിളിച്ചു ചോദിക്കുമെന്നാണ്. അൽ യൗമ ഉദില്ലുഹും ഫീ ളില്ലി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലി. ഇന്ന് ഞാൻ അവർക്ക് തണലിട്ട് കൊടുക്കുമെന്നാണ്. ഇന്നവർക്ക് ഞാൻ തണലേകുമെന്നാണ്, തണൽ നൽകുമെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള അന്യോന്യം സ്നേഹിക്കുന്ന ആളുകളായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് സത്യത്തിൽ ഒരു രോഗം വന്നാൽ അയാളെ ചെന്ന് കാണാൻ, സന്ദർശിക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ, അയാളുടെ അഭാവത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒക്കെ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. വളരെ സംക്ഷിപ്തമായ വാക്കുകളിൽ പറയുകയാണ്. അടുത്തതായിട്ട് പറയുന്നത് വറജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസുബിൻ, പദവികളുള്ള വജമാലിൻ, സൗന്ദര്യമുള്ള ഒരു വനിത, അവൾ ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ ക്ഷണിച്ചു. എന്തിനാണ് ക്ഷണിക്കുന്നത്? അവളുടെ ഒരു മ്ലേച്ഛമായിട്ടുള്ള ആഗ്രഹത്തിനാണ്. പക്ഷേ ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയാൻ, ഇന്നി അഖാഫുല്ലാ, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള വ്യക്തി അവന് അർശിൻ്റെ തണലുണ്ടാകുമെന്നാണ്. നിങ്ങൾ നോക്കൂ, ആയി റജുലുൻ ത്വലബതുഹു ലിൽ ഫാഹിഷ ഇംറഅത്തുൻ ഹസ്നാ ദാതു ഹസ്ബിൻ വനസ്ബിൻ, അതായത് ഉയർന്ന പദവികളുള്ള സൗന്ദര്യമുള്ള ഒരു വനിത, അവള് ഫാഹിഷത്തിന് വേണ്ടി, അവളുടെ അങ്ങനെയുള്ള ഒരു മോഹത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഈ മനുഷ്യൻ പറയാ, ഇന്നി അഖാഫുല്ലാ. യൂസുഫ് നബിയുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? 12-ാം അധ്യായം സൂറ യൂസുഫ്, അതിനകത്ത് കാണാം 123-ാമത്തെ വചനത്തിൽ, അദ്ദേഹം ഏതൊരു വീട്ടിലാണോ ആ വീട്ടിലെ ഗൃഹനായിക അദ്ദേഹത്തെ ക്ഷണിച്ചു. വശീകരിക്കാനുള്ള, റാവത എന്ന് പറഞ്ഞാൽ വശീകരിക്കാനുള്ള പരിശ്രമം നടത്തി എന്നുള്ളതാ. വഗല്ലഖത്തിൽ അബ്വാബ്, വാതിലുകൾ അടച്ചു. വഖാലത്ത്, അവൾ പറഞ്ഞു, ഹൈതലക്, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു. ഖാല മആദല്ലാഹ്, അല്ലാഹുവിൽ അഭയം. നിങ്ങൾ നോക്കൂ, അങ്ങനെയൊക്കെ പറയണമെങ്കിൽ എത്രമാത്രം ഈമാൻ വേണം. ആ ഈമാനികമായിട്ടുള്ള ശക്തി, ഈമാനികമായ ഊർജം. ഇതിൻ്റെ വിശദീകരണത്തിൽ പല പണ്ഡിതന്മാരും പറയുന്നത് 12ഓളം അനുകൂല ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ആരും അറിയില്ല, ഇതൊക്കെ മോഹിക്കുന്ന കാലം. പക്ഷെ അള്ളാനെ ഭയപ്പെട്ടുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അത്തരം ആളുകൾക്കൊക്കെ അർശിൻ്റെ തണലുണ്ടാകുമെന്നാണ്. മറ്റൊന്ന് വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനു, അതായത് സദഖ ചെയ്യുക, ദാനധർമ്മങ്ങൾ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ വലത് കൈ നൽകുന്നത് ഇടത് കൈ അറിയാത്ത വണ്ണം അതീവ രഹസ്യമായിക്കൊണ്ട്. ഇന്നിപ്പോൾ എല്ലാം പ്രകടനപരതയുടെ ഒരു ലോകമാണ്. ആളുകളെ കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മൊത്തത്തിൽ ഇപ്പോൾ ഹജ്ജ് കഴിഞ്ഞല്ലോ. ഹജ്ജുമായി ബന്ധപ്പെട്ടൊക്കെ ആളുകളുടെയൊക്കെ ഒരു രീതി, സുബ്ഹാനല്ലാഹ്, പടച്ചറബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബി മിനൽ കുഫ്രി വൻ നിഫാഖി വറിയാ. അല്ലാഹുവേ, കുഫ്റിന്ന്, നിഫാഖിന്ന്, റിയായിൽ നിന്ന്, അതാ പ്രകടന പരതയിൽ നിന്ന് എൻ്റെ ഹൃദയം നീ ശുദ്ധീകരിക്കണമേ എന്നുള്ളതാണ്. അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബി മിനൽ കുഫ്രി വൻ നിഫാഖി വറിയാ, അതാണ് സത്യനിഷേധത്തിൽ നിന്ന്, അതുപോലെ കാപട്യത്തിൽ നിന്ന്, അതുപോലെ തന്നെ പ്രകടനപരതയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ എന്നുള്ളതാണ്. അപ്പോൾ സ്വതക്ക എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് വളരെ നല്ല മനസ്സോടുകൂടെ ഒരു പ്രകടനപരതയുമില്ലാതെ നമ്മൾ നൽകുക. അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും പരലോകത്ത് അർശിൻ്റെ തണലുണ്ടായിരിക്കുമെന്നാണ്. നിങ്ങൾ നോക്കൂ, മറ്റൊന്ന് വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത ഐനാ, ഏകാന്തനായി ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്ന മനുഷ്യൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹദീസിൻ്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ വന്നിട്ടുണ്ട്.
ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഓർത്ത് കരയുന്നു എന്ന് പറയുമ്പോൾ അവന് നരകത്തിൽ പോകൂല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ കറന്നെടുത്ത പാല് ലാ യലിജുന്നാറ റജുലുൻ ബകാ മിൻ ഖശ്യത്തില്ലാഹ് ഹത്താ യഊദൽ ലബനു ഫിൽ ലറ. ഒരു മൃഗത്തിൻ്റെ അകിട്ടിൽ നിന്ന് കറന്നെടുത്ത പാൽ അത് ഒരിക്കലും തിരിച്ചു പോകൂലല്ലോ. അതുപോലെ അള്ളാഹുവിനെ ഓർത്ത് ഈമാനോടുകൂടെ കരയുന്ന മനുഷ്യൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം തിർമിദി റഹ്മഹുല്ലാഹ് തൻ്റെ സുനനിൽ 1633 വചനത്തിൽ രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തുകയുണ്ടായി. ഇന്നക ഇദാ തഅമ്മൽത സബ്അ, ഈ 7 കാര്യങ്ങളെക്കുറിച്ച് നീ ചിന്തിച്ചാൽ, നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചാൽ എന്തായിരിക്കും? വജത്തഹും ഇന്നമാ നാലു ദാലിക ളില്ല ബിമുഖാലഫത്തിൽ ഹവാ. ഇത് നേടാൻ കഴിയുക ഹവ എന്ന് പറഞ്ഞാൽ ഈ മനസ്സിൻ്റെ ഇഷ്ടമുണ്ടല്ലോ, മനസ്സിൻ്റെ ഇച്ഛ, ആ ഇച്ഛക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ ഇതൊക്കെ നേടാൻ കഴിയൂ എന്നുള്ളതാണ്. കാര്യങ്ങൾ മനസ്സിലായല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ, അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ കിട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി നമ്മെ അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അർഹമുറാഹിമിനായ റബ്ബ് അവൻ്റെ മഹത്തായ ഫളല് കൊണ്ട് റഹ്മത്ത് കൊണ്ട് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നമ്മുടെ പല സഹോദരങ്ങളും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ശമനം നൽകുകയും മനസ്സിന് സമാധാനം നൽകുകയും അതുപോലെ ആരോഗ്യത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകുകയും ചെയ്ത് അവരെയും നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.